കെ ശ്രീമതി ടീച്ചറിന്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. കണ്ണ് തള്ളുന്നതിനൊരു കാരണമുണ്ട്. കെ ശ്രീമതി ടീച്ചർ ഒരു KKG സെന്ററിൽ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ ഒരു ബോംബ് വീണത്. ആ തള്ളൽ ഇന്നും അകത്തേക്ക് കയറിയിട്ടില്ല കണ്ണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പൊ തള്ളിയത് അതുകൊണ്ടല്ല. ഇപ്പോ മോദി ചെയ്ത കാര്യം പിണറായി ആണ് ചെയ്തതെന്ന് വിചാരിച്ചാണ് ശ്രീമതി ടീച്ചറിന്റെ കണ്ണൊന്ന് തള്ളിയത്. അതുമായി ബന്ധപ്പെട്ട് ശ്രീമതി ടീച്ചർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണ് ആ പോസ്റ്റ്? അതിൽ നിന്ന് തുടങ്ങാം നമുക്ക്. ഞാൻ പോസ്റ്റ് ഒന്ന് വായിക്കാം. ഇന്നലെ രാത്രി അവസാനമായി ഞങ്ങളുടെ പ്രിയ സഖാവ് റസലിനെ ഒന്ന് കാണാനും അമ്മ, ഭാര്യ, മകൾ എന്നിവരെ ആശ്വസിപ്പിക്കാനും വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ആദരാഞ്ജലികൾ അർപ്പിച്ചു. 3 മണിക്കൂറോളം അവരോടൊന്നിച്ച് നിന്നതിന് ശേഷം കണ്ണൂരിലേക്ക് തന്നെ തിരിച്ചു പുറപ്പെട്ടു. രാജ്യറാണി എക്സ്പ്രസ് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കണ്ണൂർ എക്സ്പ്രസ്സിന് പോകാനായി പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു ദൃശ്യം എൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. രാജ്യറാണിയെ നിയന്ത്രിക്കാൻ ഗാർഡ് റൂമിൽ നിന്ന് ട്രെയിനിന് പച്ചക്കൊടി കാണിക്കാൻ നിൽക്കുന്നത് വൈറ്റ് യൂണിഫോമിൽ വനിത. പ്ലാറ്റ്ഫോമിൽ ആളുകളെ നിയന്ത്രിക്കാൻ പോലീസിന്റെ ഡ്യൂട്ടിയിലും ഒരു വനിത. കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റം അഭിമാനകരം. കെ ശ്രീമതി ടീച്ചർ സത്യത്തിൽ വിചാരിച്ചത് ഇന്ത്യൻ റെയിൽവേ കേരള സർക്കാരിന്റെ കീഴിലാണ് എന്നുള്ളതാണ്. സ്ത്രീ ശാക്തീകരണവും വനിതാ മതിലുമൊക്കെ കെട്ടിയതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ സ്ത്രീ ശക്തി മുന്നേറ്റം ഉണ്ടായത് എന്നായിരുന്നു ശ്രീമതി ടീച്ചറിന്റെ വിചാരം. സത്യത്തിൽ പലപ്പോഴും സഹാക്കന്മാർക്ക് ബുദ്ധിയും വിവേകവും ഇല്ല എന്ന് BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ നേതാക്കൾ വിളിച്ചു പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിപ്പോകും. പാർലമെന്റിൽ കിടന്ന് ബ്രിട്ടാസൊക്കെ ഘോരം പ്രസംഗിക്കുമ്പോഴും അവരുടെ പാർട്ടിയിലെ ഒരു സഖാവിന് എന്താ പറയുക, ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ പോയി എന്നുള്ളതാണ്. ഇന്ത്യൻ റെയിൽവേയിൽ ആളുകളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഞാനും ആ പരീക്ഷയ്ക്ക് പോയിരുന്നതാണ്. അത് ചില നിയമപ്രശ്നങ്ങൾ കൊണ്ട് ജോലി കിട്ടാതെ വന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ ജോലി അപേക്ഷകൾ വിളിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഗ്രൂപ്പ് D എന്ന് പറയുന്ന സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സ്ത്രീകളാണ്. അതായത് ഈ റെയിൽവേ പാളവുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് എല്ലാ മേഖലയിലും റെയിൽവേയിൽ സ്ത്രീകൾക്കുള്ള പ്രാതിനിധ്യം കൂടുതലാണ്. മാത്രമല്ല കേരള സർക്കാരിനെ പോലെയല്ല കേന്ദ്ര സർക്കാരിന്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. എപ്പോഴും ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൽ ജോലി കിട്ടാനാണ് ആഗ്രഹം. കാരണം ശമ്പളത്തിന്റെ കാര്യത്തിലായാലും എല്ലാം അങ്ങനെയാണ്. അവിടെ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന തൊഴിലിടങ്ങൾ കുറവാണെന്നുള്ളത്. ഇപ്പോൾ പോലീസിലാണെങ്കിലും അവിടുത്തെ മിലിറ്ററി കേന്ദ്ര സർക്കാരിന്റെ മിലിറ്ററി യൂണിറ്റുകളിലാണെങ്കിലും എന്താ പറയുക, എല്ലാത്തിലും എല്ലാ രീതിയിലും മുന്നേറ്റം സ്ത്രീകൾക്കാണ്. അവർ ഈ വനിതാ മതിലോ സ്ത്രീ ശാക്തീകരണം ഒന്നും നടത്തുന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് കൃത്യമായി നൽകേണ്ട പദവികൾ നൽകിക്കൊണ്ട് അവരെ കൃത്യമായി ബാലൻസ് അല്ല, എനിക്ക് തോന്നുന്നു പുരുഷനേക്കാൾ ഒരു പടി മുകളിലാണ് കേന്ദ്ര സർക്കാർ ജോലികളിൽ സ്ത്രീകൾ എന്ന് പറയുന്നത്. പല ഈ സൈനികരും പല വെടിവയ്പ്പിലും ഒക്കെ പെട്ട് കയ്യും കാലുകൾക്കൊക്കെ പരിക്കേറ്റ് വരുന്ന, രക്തത്തിൽ കുളിച്ച് വരുന്ന ഈ സൈനികരെയൊക്കെ ചികിത്സിക്കുന്നത് പല സൈനിക ആശുപത്രിയിലും വനിതാ ഡോക്ടർമാരാണ്. അത്രത്തോളം. അതുപോലെ തന്നെ കമാൻഡർമാരായ എത്രയോ വനിതകളുണ്ട് നമുക്ക്. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. പല ഗാർഡ് മേഖലയിൽ സ്ത്രീകൾ, പ്ലാറ്റ്ഫോമിൽ സ്ത്രീകൾ, ട്രെയിന് വരുന്നതും പോകുന്നതും പച്ചയും ചുമപ്പും കൊടി കാണിക്കുന്നിടത്ത് നിൽക്കുന്നത് സ്ത്രീകൾ. അവിടെ രാവും പകലുമൊന്നുമില്ല. സ്ത്രീകളെ ശക്തിപ്പെടുത്തുക, സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, ഇതാണ് മോദി സർക്കാർ ആലോചിക്കുന്ന കാര്യം. ഇവിടെയാണ് ശ്രീമതി ടീച്ചർ പറയുന്നത് ഞങ്ങളുടെ പിണറായി സഖാവിന്റെ മേന്മ. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പിണറായി സഖാവ് ചെയ്ത കാര്യങ്ങൾ വലിയ സംഭവമാണ്. ഞങ്ങൾ വനിതാ മതിൽ കെട്ടിയത് വെറുതെ ആയില്ല, ഞങ്ങൾ നവോത്ഥാന മതിൽ കെട്ടിയത് വെറുതെ ആയില്ല, ഞങ്ങൾ സ്ത്രീ ശാക്തീകരണമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വെറുതെ ആയില്ല. ഞാൻ അമ്പരന്ന് പോയി, എൻ്റെ കണ്ണ് തള്ളിപ്പോയി, ഞാൻ ആകെക്കൂടി വല്ലാണ്ടായിപ്പോയി. പിണറായി സർക്കാരിൻ്റെ ഈ വല്ലാത്ത സ്ത്രീകളോടുള്ള ഈ പരിഗണനയും സ്നേഹവും
ഒക്കെ കണ്ടപ്പോൾ എൻ്റെ അവസ്ഥ തന്നെ വല്ലാണ്ടായിപ്പോയി എന്നാണ് ശ്രീമതി ടീച്ചർ പറയുന്നത്. സത്യത്തിൽ നമ്മുടെ BJPയിലെ ആരോഗ്യമന്ത്രി, ഡൽഹി ആരോഗ്യമന്ത്രി ദന്ത ഡോക്ടറാണ്. അദ്ദേഹം വാർഡ് കൗൺസിലറായിരുന്നു. ഗുജറാത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദന്ത വിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ മനുഷ്യനാണ്. അപ്പോൾ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്നവർക്ക് എന്ത് ക്വാളിറ്റി ഉണ്ട് എന്നത് നോക്കിയാണ് ഈ കേന്ദ്ര സർക്കാർ പല മന്ത്രിമാരെയും നിയമിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീകൾക്ക് കേരളത്തിൽ CPMൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം നൽകാറില്ല. അതുകൊണ്ട് ഇപ്പോൾ ശൈലജ ടീച്ചറിനെ പോലുള്ളവർ എന്താ പറയുക, തീവ്രവാദമൊക്കെ അളവുകോലൊക്കെ വെച്ചിട്ടുണ്ട്. പീഡനത്തിന് തീവ്രത കുറഞ്ഞ അളവുകോലും തീവ്രത കൂടിയ അളവുകോലും ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു സഹാവ് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാൽ ശ്രീമതി ടീച്ചർ ഇരുന്ന് അളന്നു നോക്കും. ആ പീഡനം തീവ്രത കുറഞ്ഞതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇനി തീവ്രത കൂടിയതാണെങ്കിലും കുഴപ്പമില്ല, പദവി ഏതിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് അവരുടെ ഉദ്ദേശം. എന്താ പറയുക, അറിവില്ലായ്മ CPMന്റെ മുഖമുദ്രയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മണി ആശാൻ, PK ശ്രീമതി, ഇതുപോലെയുള്ള വിവരമില്ലായ്മകൾ പലപ്പോഴും വിളിച്ചു പറയുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇംഗ്ലീഷ് കേട്ട് കിളിപോയിരിക്കുന്നവരാണ് നമ്മൾ. ഷിൻഡോ ജെറാമിൻ്റെ ഇംഗ്ലീഷ് കേട്ട് കിളിപോയിരിക്കുന്നവരാണ് നമ്മൾ. മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഇംഗ്ലീഷ് കേട്ടും അഴിമതി കണ്ട് കിളിപോയിരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ CPM നമ്മളാരും തരം താഴ്ത്തി കെട്ടേണ്ട അവർ തന്നെ നമുക്ക് അടിക്കാനുള്ള വടി തരികയാണ്. നിങ്ങൾ അടിച്ചോളൂ, ഞങ്ങൾ കൊള്ളാൻ തയ്യാറാണ്, കാരണം ഞങ്ങളുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ് എന്ന് പറയാണ്. ഇതിപ്പോൾ അറിവില്ലായ്മ തെറ്റൊന്നുമല്ല, അതെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന വലിയ സംവിധാനം കേന്ദ്ര സർക്കാരിൻ്റെ ആണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത CPM നേതാക്കളെ ആ പദവികളിൽ ഇരുന്നു കൊണ്ട് വലിയ വർത്തമാനങ്ങളൊക്കെ പറയാൻ ഇവർക്ക് എന്ത് യോഗ്യതയാണ് എന്ന് ചോദിക്കേണ്ടി വരും. PK ശ്രീമതി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നവീൻ ബാബുവിൻ്റെ കൊലയാളി നാക്കുകൊണ്ട് കൊന്ന ആളാണ് PP ദിവ്യ. അതാണ് കൊലയാളി എന്ന് പറഞ്ഞത്. PP ദിവ്യ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ PP ദിവ്യയ്ക്ക് PP ദിവ്യയോടൊപ്പം നിന്ന് PP ദിവ്യയ്ക്കൊപ്പമാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവർക്കൊപ്പം, അതായത് ആരെ കൊന്നാലും സഹായിക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള ഒരു രീതിയാണ് ഇവരൊക്കെ പിന്തുടർന്നു പോകുന്നത്. അത് തന്നെയാണ് നമ്മൾ ഇതിലും കണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ശ്രീമതി ടീച്ചറെ ട്രോളുകയാണ് സോഷ്യൽ മീഡിയ. ട്രോളുക എന്നുള്ളതിനപ്പുറം മോദി ഭക്തിയാണോ ശ്രീമതി ടീച്ചറിനെ കൊണ്ട് പറയാതെ പറയിപ്പിച്ചത്, അല്ലെങ്കിൽ ശ്രീമതി ടീച്ചറിനെ പോലെ ഒരാൾക്ക് ഇന്ത്യൻ റെയിൽവേ കേന്ദ്ര സർക്കാരിൻ്റെതാണ് എന്ന് മനസ്സിലാകാതിരിക്കുമോ? മനസ്സിലായിട്ടും മോദിയോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ മോദി ഇത്തരത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് വിളിച്ചു പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ള ഭയം കൊണ്ടാണ് പിണറായി സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ഇത്തരത്തിൽ ശ്രീമതി ടീച്ചർ കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. എന്തൊക്കെയായാലും ഇത്തരം കാര്യങ്ങൾ, ഒരു കാര്യം പോസ്റ്റ് ഇടുമ്പോഴോ പറയുമ്പോഴോ, പ്രത്യേകിച്ചൊരു സഖാവാകുമ്പോൾ അല്ലെങ്കിൽ ഒരു നേതാവാകുമ്പോൾ, ഏത് പാർട്ടിയിലെ നേതാവാകുമ്പോഴും നന്നായി ആലോചിച്ച് ചിന്തിച്ച് വേണം പറയാനെന്ന് മാത്രമേ പറയാനുള്ളൂ.